KSRTC AC വിശ്രമ കേന്ദ്രങ്ങൾ ഗർഭിണികൾക്കും അമ്മമാർക്കും സൗജന്യമായി അനുവദിക്കണമെന്ന ഉത്തരവുമായി ബാലാവകാശ കമ്മീഷൻ. ബസ് ടെർമിനലുകളിലെ AC വിശ്രമ കേന്ദ്രങ്ങളിൽ ഇവരിതിനും പണം ഈടാക്കരുതെന്നും ബാലാവകാശ കമ്മീഷൻ. BJP പാലക്കാട് ജില്ലാ സെക്രട്ടറി P. രാജീവ് നൽകിയ ഹർജി പരിഗണിച്ചാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഈ ഒരു സാഹചര്യത്തിലേറെ നിർണായകമാണ് എന്ന് പറയാൻ സാധിക്കും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്ന ഉത്തരവിൽ? സുരേഷ്, പാലക്കാട് KSRTC ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഈ ബസ് ടെർമിനലിലെ AC വിശ്രമ കേന്ദ്രത്തിൽ നിന്നും ഗർഭിണിയായ സ്ത്രീകളിൽ നിന്നും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും കുഞ്ഞുങ്ങളുമായിട്ട് അവർ മുലയൂട്ടാൻ വേണ്ടി ഈ AC വിശ്രമ കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവരിൽ നിന്നുമൊക്കെ പണം ഈടാക്കിയിരുന്നു. അതിനെതിരെ BJP പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. പിന്നാലെയാണ് BJPയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ P. രാജീവ് ബാലാവകാശ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. തുടർന്ന് ഈ ഹർജി പരിഗണിച്ച ബാലാവകാശ കമ്മീഷൻ നേരത്തെ സിറ്റിങ്ങിനും മറ്റുമൊക്കെ നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകൾ, ബസ് ടെർമിനലുകളിലെ AC വിശ്രമ കേന്ദ്രങ്ങളിലും ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അമ്മമാർക്കും സൗജന്യമായിട്ട് പ്രവേശനം അനുവദിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും BJPയുടെ സമരവും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി P. രാജീവിൻ്റെ ഇടപെടലും ഒക്കെ വലിയ രീതിയിൽ പൊതുജനങ്ങൾക്ക് വലിയ ഗുണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഇത് നടപ്പാക്കണം, കർശനമായിട്ട് തന്നെ നടപ്പാക്കണം. ആരിൽ നിന്നും ഒരു പണം ഈടാക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഏതായാലും ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.